കേരളത്തിലെ ഒരു വിഭാഗം ഇസ്ലാമിസ്റ്റുകൾ ഈ പെരുന്നാളിന് വസ്ത്രമെടുക്കാൻ പോകുമ്പോൾ ടാറ്റയുടെ സുഡിയോ എന്ന വസ്ത്രവ്യാപാരശാലയെ ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണമായി പറയുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങളടക്കം കൊല്ലുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകൾ തങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SIO കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ടാറ്റയുടെ സുഡിയോയിലേക്ക് മാർച്ച് നടത്തുകയും കമ്പനിയെ ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് പുതുവസ്ത്രം എടുക്കുമ്പോൾ സാറ, ടാറ്റ, സുഡിയോ എന്നിങ്ങനെയുള്ള ബ്രാൻഡുകൾ ഒഴിവാക്കണമെന്നാണ് ISAO പറയുന്നത്. ഇവർക്ക് പുറമെ അഡിദാസ്, H&M, ടോമി ഹിൽഫിഗർ തുടങ്ങിയ 100ഓളം ബ്രാൻഡുകളെ ഒഴിവാക്കാനും സംഘടന ആഹ്വാനം ചെയ്യുന്നു. ഇസ്രായേലുമായി സൈനിക സാങ്കേതിക സഹകരണം നടത്തുമെന്ന് ആരോപിച്ചിട്ടാണിത്. കോഴിക്കോട് സുഡിയോ ഔട്ട്ലെറ്റിലേക്ക് പലസ്തീൻ പതാകയുമായി SIO മാർച്ച് നടത്തിയിരുന്നു. പക്ഷേ ഇതോടെ ഉർവശി ശാപം ഉപകാരമായി എന്ന അവസ്ഥയാണ് ടാറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ തുണിയെടുക്കണമെന്ന് പറഞ്ഞ് പലരും പോസ്റ്റ് ഇടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ടാറ്റ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട്. ടാറ്റയുടെ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകില്ല എന്നാണ് യാഥാർത്ഥ്യം. ഉപ്പ് മുതൽ വിമാനം വരെ നീളുന്ന ഉൽപ്പന്നങ്ങളുമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറിയിരിക്കുകയാണ് ടാറ്റ. ടാറ്റയുടെ TCS കമ്പനി ആണ് പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നത്. ടാറ്റയുടേതാണ് എയർ ഇന്ത്യ. എയർ ഇന്ത്യ ആണല്ലോ ഹജ്ജിന് പോകാൻ ഉപയോഗിക്കുന്നത്. പാസ്പോർട്ട് ഇല്ലാതെ പോകാനാകില്ലല്ലോ. ഇതൊക്കെ ബഹിഷ്കരിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ബഹിഷ്കരിക്കാൻ കഴിയാത്ത ഒന്നാണ് ടാറ്റ സ്റ്റീല്, അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സും. ടാറ്റ സ്കൈയും ടാറ്റ പ്ലേയും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് നൽകുന്നത്. ടാറ്റ ഇന്ത്യൻ വസ്ത്ര വിപണിയിലെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വേണ്ടി നിർമ്മിച്ച ഏറ്റവും വലിയ സ്ഥാപനമാണ് സുഡിയോ. 99 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഉൽപ്പന്നവും അവിടെ വിൽക്കില്ല എന്നതാണ് അവരുടെ പ്രത്യേകത. വില കൂടിയ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ അവിടെ വിൽക്കില്ല എന്നതാണ് അവരുടെ പ്രത്യേകത. രാജ്യം മുഴുവൻ സർവേ നടത്തി ചെറുപ്പക്കാരുടെ ട്രെൻഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉയർന്ന നിലവാരത്തിൽ ഡിസൈൻ ചെയ്താണ് അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും വിപണിയിൽ എത്തുന്നത്. മിതമായ നിരക്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നം നൽകുക, അതും ഒരു പരസ്യം പോലും നൽകാതെ. മറ്റു കടക്കാർ ചെയ്യുന്ന പോലെ പ്രത്യേക ഉത്സവ കിഴിവുകളോ ഓൺലൈൻ ഓഫറുകളോ ഒന്നും തന്നെ അവിടെയില്ല. ഇപ്പോഴും ഒരേ നിരക്കിലുള്ള വ്യാപാരമാണ് നടക്കുന്നത്. അതും നേരിട്ട് കടയിൽ തന്നെ വന്നു വാങ്ങണം. ഷോപ്പിംഗ് സംസ്കാരം ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ ജന അത്ഭുതകരമാം വണ്ണം സുഡിയോയെ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തെ ഓരോ മുക്കിലും മൂലയിലും സുഡിയോ ഉയർന്നു വരികയാണ്. സീസൺ വ്യത്യാസമില്ലാതെ എപ്പോഴും തിരക്കാണ്. ഇതിനു പിന്നാലെ ആയിരക്കണക്കിന് പേർ തൊഴിലും സ്റ്റുഡിയോയിൽ കൊടുക്കുന്നുണ്ട്. എവിടെയോ നടക്കുന്ന പ്രശ്നത്തിന്റെ പേരിൽ ഇതെല്ലാം ബഹിഷ്കരിക്കണോ എന്ന ചോദ്യവും ഇതിൽ കൂടെ ഉയരുന്നുണ്ട്. മാത്രമല്ല, കിട്ടുന്ന ലാഭത്തിന്റെ 50%-ലധികവും ഇന്നാട്ടിലെ പൗരന്മാരുടെ ക്ഷേമത്തിനായി നീക്കിവെക്കുന്ന പ്രസ്ഥാനമാണ് അവർ. കൈക്കൂലിയും അവിഹിത രാഷ്ട്രീയ ഇടപാടുകളും വഴി ഒരിക്കലും ബിസിനസ് വളർത്താൻ ഉപയോഗിക്കാറില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇവരുടെ. കമ്പനിയുടെ പോളിസിയായി കൊണ്ടു നടക്കുന്നതും ഇത് തന്നെയാണ് ടാറ്റ ഗ്രൂപ്പ്. നിരവധി കരാറുകൾ ടാറ്റ അതുമൂലം വേണ്ടെന്നും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ ബിസിനസ്സിലും ഉണ്ടെങ്കിലും മദ്യം, സിനിമ, പുകയില എന്നിവയിൽ നിക്ഷേപിക്കില്ല എന്നത് അവരുടെ ഒരു പോളിസിയാണ്. ടാറ്റയുടെ ബിവറേജിൽ തേയില മാത്രമേ ഉള്ളൂ. ടാറ്റ ഗ്ലോബൽ ബിവറേജ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേയില കമ്പനിയാണ്. ടാറ്റ കൊമേഴ്ഷ്യൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സോഡ ഹാഷ് നിർമ്മാണ കമ്പനിയുമാണ്. ഒരു സാധാരണക്കാരനും ടാറ്റയുടെ ബസ്സും കാറും മാത്രമാണ് അറിയുക. ഒരിക്കൽ ബ്രിട്ടീഷ് കമ്പനിയായിരുന്ന റേഞ്ച് റോവറിന്റെയും ജാഗ്വാറിന്റെയും ഇന്നത്തെ ഉടമസ്ഥയായ ടാറ്റ മോട്ടോഴ്സ് എന്ന ടാറ്റ കമ്പനി ടാറ്റ സൺസിന്റെ ലോകം മൊത്തം പരന്നു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. ടാറ്റ മോട്ടോഴ്സ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ വാഹന നിർമ്മാതാക്കളിൽ ആദ്യ 10-ൽ ഉൾപ്പെടുന്ന കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള 100ഓളം കമ്പനികളിൽ TCS എന്ന ഒറ്റ IT കമ്പനി മാത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായി മീഡിയകൾ കൊട്ടിയാഘോഷിക്കാറുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അത്രയും ആസ്തി വരും അതിന്. ടാറ്റയുടെ വരുമാനത്തിന്റെ 90% വരുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ്. കേരളത്തിലെ ഇടതു തീവ്രവാദികൾ പ്രചരിപ്പിക്കുന്നത് പോലെ സാധാരണക്കാരെ പിഴിഞ്ഞല്ല ടാറ്റ ലാഭം ഉണ്ടാക്കാറുള്ളത്. TCSന്റെ ഏറ്റവും വലിയ ക്ലയൻസ് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഫേസ്ബുക്ക്,
പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾ ആണ്. ലോകത്തെ മുഴുവൻ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 24% കടന്നു പോകുന്നത് ടാറ്റയുടെ കേബിൾ ശൃംഖലയിലൂടെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡേ കെയർ, പ്രസവാവധി, പ്രൊവിഡന്റ് ഫണ്ട് എന്നിവ ജോലിക്കാർക്കായി നടപ്പാക്കിയതും പിന്നീടാണ് ഗവൺമെന്റുകൾ പോലും ഇത് നടപ്പാക്കിയത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് തുടങ്ങിയ അനവധി രാജ്യാന്തര നിലവാരമുള്ള പഠന കേന്ദ്രങ്ങൾ, നിരവധി ആശുപത്രികൾ, റിസർച്ച് സെന്ററുകൾ, സ്പോർട്സ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ രാജ്യത്തിന് ഇവർ നൽകിയിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മുംബൈ താജ് ഹോട്ടൽ 600 ബെഡുകളുള്ള ആശുപത്രികളായിരുന്നു ടാറ്റ ഗ്രൂപ്പിനുണ്ടായിരുന്നത്. 1912 ആദ്യമായി 8 മണിക്കൂർ ജോലി നടപ്പാക്കിയത് ഇന്ത്യക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കും മാതൃകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിൽ മുമ്പിലുള്ള അമേരിക്കയിലെ ബോസ്റ്റണിലെ ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ഒരു ബിൽഡിംഗിന്റെ പേര് ടാറ്റ ഹാൾ എന്നാണ്. CSR എന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ലോകത്തെ ആദ്യമായി നടപ്പാക്കിയ കമ്പനി ടാറ്റയാണ്. പിന്നീട് ലോകം അത് അനുസരിച്ചു, രാജ്യങ്ങൾ അത് നിയമമാക്കി. അങ്ങനെ എന്നും ചരിത്രത്തിൽ ഇടം പിടിച്ച ഒന്നാണ് ടാറ്റ കമ്പനി.